ഓണത്തിന് സാധാരണക്കാരുടെ കീശ ചോർത്താൻ പച്ചക്കറി വില മത്സരിക്കുന്നു. ഓണസദ്യക്ക് ഒഴിച്ചുകൂടാനാവാത്ത പച്ചക്കറികളുടെ വില കുത്തനെ ഉയർന്നതോടെ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് വീട്ടമ്മമാർ. കാലാവസ്ഥ വ്യതിയാനം കാരണം നാടൻ പച്ചക്കറികൾക്ക് ക്ഷാമം നേരിട്ടതോടെ വിപണി പൂർണ്ണമായും അന്യസംസ്ഥാനങ്ങളെ ആശ്രയിച്ചതാണ് വില വർധനവിന് പ്രധാന കാരണം. ഓണം പ്രമാണിച്ച് ആവശ്യക്കാർ കൂടുന്നത് മനസ്സിലാക്കി വ്യാപാരികൾ മനഃപൂർവ്വം വില വർദ്ധിപ്പിച്ചു എന്നാണ് ആക്ഷേപം. വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കും വില കുറഞ്ഞത് മാത്രമാണ് ഏക ആശ്വാസം. പയർ, കൂർക്ക എന്നിവയുടെ വില രണ്ടാഴ്ചയായി കിലോയ്ക്ക് 120 രൂപയാണ്. സാധാരണ ഓണത്തിന് ചില പച്ചക്കറികൾക്ക് മാത്രമാണ് വില കൂടാറുള്ളത്. എന്നാൽ ഇത്തവണ ഏറെക്കുറെ പച്ചക്കറികൾക്കും 20 മുതൽ 30 രൂപ വരെ വർദ്ധിച്ചിട്ടുണ്ട്. നിലവിൽ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് പച്ചക്കറികൾ പ്രധാനമായും എത്തുന്നത്. അന്യസംസ്ഥാനങ്ങളെ പൂർണ്ണമായും ആശ്രയിക്കേണ്ടി വന്നതോടെ അവിടത്തെ മൊത്തം കച്ചവടക്കാർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് പച്ചക്കറികൾ വാങ്ങാൻ കേരളത്തിലെ വ്യാപാരികൾ നിർബന്ധിതരാവുകയാണ്. ഇത് ഉപഭോക്താക്കൾക്ക് കൂടുതൽ വില നൽകേണ്ട അവസ്ഥ ഉണ്ടാകുന്നു. കഴിഞ്ഞ 3 മാസമായി തുടർച്ചയായി പെയ്യുന്ന മഴ കാരണം കേരളത്തിലെ പ്രാദേശിക പച്ചക്കറി കൃഷി നശിച്ചതും തിരിച്ചടിയായി. വിപണിയിൽ ഏത്തക്കുല ഒഴികെ മറ്റു നാടൻ വിഭവങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് വില വർധനവിന് പ്രധാന കാരണവും.